ലോഗോസ് ക്വിസ് 2024 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ചോദ്യം 1. അപ്പസ്തലന്മാരെ അയക്കുന്നതിന് മുമ്പായി അവർക്ക് എന്തിന്റെ മേലാണ് യേശു അധികാരം കൊടുത്തത്? ഉത്തരം: പിശാചുക്കളുടെ മേൽ. ചോദ്യം 2. യേശു 12 അപ്പസ്തോലന്മാർക്ക് പിശാചുക്കളുടെ മേൽ എന്താണ് കൊടുത്തത്? ഉത്തരം: അധികാരവും ശക്തിയും. ചോദ്യം 3. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശു 12 അപ്പസ്തോലന്മാർക്ക് അധികാരവും ശക്തിയും നൽകിയത് എന്തിനെല്ലാം? ഉത്തരം: പിശാചുക്കളുടെ മേലും രോഗങ്ങൾ സുഖപ്പെടുത്താനും. ചോദ്യം 4. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശു 12 അപ്പസ്തലന്മാരെ അയക്കുന്നത് എന്തിനെല്ലാം വേണ്ടിയായിരുന്നു? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ചോദ്യം 5. അപ്പസ്തലന്മാരെ സുവിശേഷ ദൗത്യവുമായി അയക്കുന്നതിന് മുമ്പായി അവർ എന്തൊക്കെ സാധനങ്ങൾ യാത്രയ്ക്ക് കരുതരുത് എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം: വടി, സഞ്ചി, അപ്പം, പണം, 2 ഉടുപ്പ്. ചോദ്യം 6. സുവിശേഷ ദൗത്യവുമായി അയക്കപ്പെട്ട ശിഷ്യന്മാരോട് എവിടെ താമസിക്കുകയും എവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ. ചോദ്യം 7. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി എന്തു ചെയ്യുവാനാണ് യേശു പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവാൻ. ചോദ്യം 8. യേശു അയച്ച അപ്പസ്തോലന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ചെയ്തതെന്തെല്ലാം? ഉത്തരം: സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ചോദ്യം 9. യേശുവിനെയും ശിഷ്യന്മാരെയും കുറിച്ച് കേട്ട് പരിഭ്രാന്തനായി തീർന്ന രാജാവാര്? ഉത്തരം: ഹെറോദേസ്. ചോദ്യം 10. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ യേശു ആരാണെന്നൊക്കെയാണ് ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ? ഉത്തരം: യോഹന്നാൻ, ഏലിയ, പ്രവാചകന്മാരിൽ ഒരുവൻ. ചോദ്യം 11. എങ്ങനെയുള്ള യോഹന്നാൻ എന്നാണ് യേശുവിനെ പറ്റി ജനങ്ങൾ അഭിപ്രായപ്പെട്ടത്? ഉത്തരം: മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട യോഹന്നാൻ. ചോദ്യം 12. സ്നാപക യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റു വന്നയാളാണ് യേശു എന്ന് വിശ്വസിക്കുന്നതിന് ഹെറോദേസിന് ബുദ്ധിമുട്ടുണ്ടായി. കാരണമെന്ത്? ഉത്തരം: ഹെറോദേസ് ആണ് യോഹന്നാനെ ശിരച്ഛേദം ചെയ്തത്. ചോദ്യം 13. അവൻ ആരാണ് എന്ന് യേശുവിനെ പറ്റി ചോദിക്കുകയും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത യഹൂദ ഭരണാധികാരി ഏത്? ഉത്തരം: ഹെറോദേസ്. ചോദ്യം 14. അപ്പസ്തലന്മാർ മടങ്ങി വന്ന് യേശുവിനെ അറിയിച്ചത് എന്ത്? ഉത്തരം: തങ്ങൾ ചെയ്തതെല്ലാം. ചോദ്യം 15. യേശു അയച്ച അപ്പസ്തലന്മാർ മടങ്ങി വന്നപ്പോൾ യേശു അവരെ ഏത് പട്ടണത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: ബെത്സൈദ. ചോദ്യം 16. യേശു ബെത്സൈദ പട്ടണത്തിൽ ഉണ്ടെന്നറിഞ്ഞ് പിന്നാലെ എത്തിയ ജനക്കൂട്ടത്തെ സ്വീകരിച്ച് യേശു ചെയ്തതെന്ത്? ഉത്തരം: ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം 17. ബെത്സൈദയിൽ വെച്ച് ജനങ്ങളെ പറഞ്ഞയക്കണമെന്ന് 12 പേരും യേശുവിനോട് ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം: പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ. ചോദ്യം 18. ബെത്സൈദയിൽ എത്തിച്ചേർന്നപ്പോൾ യേശുവിനോട് അപ്പസ്തോലന്മാർ എന്തിനു വേണ്ടി ജനങ്ങളെ പറഞ്ഞയക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്?
ഉത്തരം ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും. ചോദ്യം 19. യേശു ഏതു പട്ടണത്തിൽ ആയിരിക്കുമ്പോഴാണ് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചത്? ഉത്തരം ബേത്സയിദായിൽ. ചോദ്യം 20. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ആര് ആരോട് പറഞ്ഞു? അവർ ആര്? ഉത്തരം യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിന്റെ ഉത്തരം ജനക്കൂട്ടം. ചോദ്യം 21. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു അപ്പം വർദ്ധിപ്പിച്ച് ജനത്തിന് നൽകിയപ്പോൾ ആദ്യം ശിഷ്യന്മാരുടെ കയ്യിലുണ്ടായിരുന്നത് എത്ര അപ്പവും എത്ര മീനുമായിരുന്നു? ഉത്തരം 5 അപ്പവും 2 മീനും. ചോദ്യം 22. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് യേശു ജനത്തിന് നൽകിയപ്പോൾ അവരുടെ ഇടയിൽ പുരുഷന്മാർ എത്ര പേരായിരുന്നു? ഉത്തരം 5000. ചോദ്യം 23. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് യേശു ജനത്തിന് നൽകിയപ്പോൾ അവരെ എത്ര വീതമുള്ള പന്തികളായാണ് ഇരുത്തിയത്? ഉത്തരം 50 വീതം. ചോദ്യം 24. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് ജനത്തിന് വിളമ്പാനായി യേശു അവ ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം ശിഷ്യന്മാരെ. ചോദ്യം 25. ലൂക്കായുടെ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവത്തിൽ യേശു എന്തുമാത്രം സാധനങ്ങൾ എടുത്താണ് ആശീർവാദ പ്രാർത്ഥന നടത്തിയത്? ഉത്തരം 5 അപ്പവും 2 മീനും. ചോദ്യം 26. ബേത്സയിദായിൽ വെച്ച് 5 അപ്പവും 2 മീനും എടുത്ത് ആശീർവാദ പ്രാർത്ഥന നടത്തിയപ്പോൾ യേശു നടത്തിയ കർമ്മങ്ങൾ എന്തെല്ലാം? ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ചോദ്യം 27. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് യേശു ജനത്തിനു നൽകിയ ശേഷം ബാക്കി വന്ന കഷ്ണങ്ങൾ എത്ര കുട്ടയുണ്ടായിരുന്നു? ഉത്തരം 12 കുട്ട. ചോദ്യം 28. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഈ ചോദ്യം യേശു ആരോടാണ് ചോദിച്ചത്? ഉത്തരം ശിഷ്യന്മാരോട്. ചോദ്യം 29. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ശിഷ്യന്മാരോടുള്ള ചോദ്യത്തിന് മുമ്പായി യേശു എന്തു ചെയ്യുകയായിരുന്നു? ഉത്തരം പ്രാർത്ഥിക്കുകയായിരുന്നു. ചോദ്യം 30. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടികൾ എന്തെല്ലാം? ഉത്തരം 3 മറുപടി പറയുന്നുണ്ട്. സ്നാപക യോഹന്നാൻ, ഏലിയ, പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ. ചോദ്യം 31. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശേഷം യേശു ചോദിച്ച രണ്ടാമത്തെ ചോദ്യമേത്? ഉത്തരം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദ്യം 32. ലൂക്കായുടെ സുവിശേഷത്തിൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ആര്? ഉത്തരം എന്ത്? ഉത്തരം പത്രോസ് ആണ് ഉത്തരം പറയുന്നത്. പത്രോസ് പറയുന്ന ഉത്തരം നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്നാണ്. ചോദ്യം 33. തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും യേശു 1-ാം പ്രവചനം നടത്തുന്നതിന് മുമ്പ് ഇക്കാര്യം ആരോടും പറയരുതെന്ന് ശിഷ്യന്മാർക്ക് കർശനമായ നിരോധനം നൽകുന്നുണ്ട്. അത് എന്തിനെക്കുറിച്ചായിരുന്നു? ഉത്തരം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച്. ചോദ്യം 34. പീഡാനുഭവത്തെ പറ്റിയുള്ള 1-ാം പ്രവചനത്തിൽ താൻ ആരാലെല്ലാം തിരസ്കരിക്കപ്പെടും എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ. ചോദ്യം 35. പീഡാനുഭവത്തെ പറ്റിയുള്ള 1-ാം പ്രവചനത്തിൽ താൻ എത്രാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം
മൂന്നാം ദിവസം. ചോദ്യം 36. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം: എല്ലാവരോടുമായി. ചോദ്യം 37. ആരെങ്കിലും തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിക്കട്ടെ. ചോദ്യം 38. പൂരിപ്പിക്കുക. ഡാഷ് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഡാഷ് നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഉത്തരം: സ്വന്തം ജീവൻ. ആദ്യത്തെ ഫില്ലപ്പ്. രണ്ടാമതായി വരുന്നത് എന്നെ പ്രതി സ്വജീവൻ. ചോദ്യം 39. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ അത് പ്രയോജനമില്ലാത്തതായി തീരുന്നതെപ്പോൾ? ഉത്തരം: തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുമ്പോൾ. ചോദ്യം 40. മനുഷ്യപുത്രൻ ഒരുവനെക്കുറിച്ച് ലജ്ജിക്കുന്നത് അവൻ എന്തു ചെയ്യുമ്പോഴെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: യേശുവിനെക്കുറിച്ചും അവിടുത്തെ വചനങ്ങളെക്കുറിച്ചും അവൻ ലജ്ജിക്കുമ്പോൾ. ചോദ്യം 41. മനുഷ്യപുത്രൻ ഒരുവനെക്കുറിച്ച് ലജ്ജിക്കുന്നത് ആരുടെയെല്ലാം മഹത്വത്തിൽ വരുമ്പോഴാണ്? ഉത്തരം: തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. ചോദ്യം 42. എന്തിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്നാണ് യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്? ഉത്തരം: ദൈവരാജ്യം കാണുന്നതിന്. ചോദ്യം 43. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം എത്രാം ദിവസമാണ് യേശു രൂപാന്തരപ്പെടുന്നത്? ഉത്തരം: 8 ദിവസം കഴിഞ്ഞ്. ചോദ്യം 44. രൂപാന്തരപ്പെടുന്നതിനായി യേശു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് എവിടേക്കാണ് കയറിപ്പോയത്? ഉത്തരം: മലയിലേക്ക്. ചോദ്യം 45. രൂപാന്തരീകരണ മലയിലേക്ക് യേശു തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയ ശിഷ്യന്മാർ ആരെല്ലാം? ഉത്തരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ചോദ്യം 46. യേശു മലയിൽ വച്ച് രൂപാന്തരപ്പെട്ടത് അവിടുന്ന് എന്തു ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്? ഉത്തരം: പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ. ചോദ്യം 47. രൂപാന്തരീകരണത്തിന് മുൻപ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തു സംഭവിച്ചു? ഉത്തരം: അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. ചോദ്യം 48. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ വെണ്മയോടെ ശോഭിച്ചതായി കാണപ്പെട്ടത് എന്ത്? ഉത്തരം: വസ്ത്രം. ചോദ്യം 49. രൂപാന്തരീകരണ സമയത്ത് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന 2 പേർ ആരെല്ലാം? ഉത്തരം: മോശയും ഏലിയായും. ചോദ്യം 50. രൂപാന്തരീകരണ സമയത്ത് യേശുവും മോശയും ഏലിയായും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ എങ്ങനെയാണ് കാണപ്പെട്ടത്? ഉത്തരം: മഹത്വത്തോടെ. ചോദ്യം 51. രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം: അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെ കുറിച്ച്. ചോദ്യം 52. ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഉത്തരം: പത്രോസ് യേശുവിനോട്
രൂപാന്തരീകരണത്തിന് ശേഷം പറഞ്ഞതാണ് ഈ വാചകങ്ങൾ. ചോദ്യം 53. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു, അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. ഇതിൽ അവർ, അവനോടുകൂടെ നിന്ന ഇരുവർ, ഇതെല്ലാം ആരെല്ലാമാണ്? ഉത്തരം: അവർ എന്ന് പറയുന്നത് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നീ ശിഷ്യന്മാരും. ഇരുവർ എന്ന് പറയുന്നത് മോശയും ഏലിയായുമാണ്. ചോദ്യം 54. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അവർ ആരാണ്? ഉത്തരം: മോശയും ഏലിയായും. ചോദ്യം 55. രൂപാന്തരീകരണ അനുഭവത്തിൽ എത്ര കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്? അത് ആർക്കെല്ലാം വേണ്ടിയായിരുന്നു? ഉത്തരം: 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നാണ് പത്രോസ് പറയുന്നത്. അത് യേശുവിന്, മോശയ്ക്ക്, ഏലിയായ്ക്കും വേണ്ടിയായിരുന്നു. ചോദ്യം 56. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു എന്ന് ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഒരിടത്ത് ഒരു ശിഷ്യനെ പറ്റി പറയുന്നുണ്ട്. ആ ശിഷ്യൻ ആരാണ്? എന്തായിരുന്നു സന്ദർഭം? ഉത്തരം: പത്രോസ്. സന്ദർഭം: രൂപാന്തരീകരണം. ചോദ്യം 57. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ഇതിൻ്റെ സന്ദർഭം ഏതാണ്? എന്തു പറയുമ്പോൾ അവൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: അവൻ എന്ന് പറയുന്നത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് യേശുവിനും മോശയ്ക്കും ഏലിയായ്ക്കും 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന സന്ദർഭമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചോദ്യം 58. രൂപാന്തരീകരണ മലയിൽ വച്ച് ശിഷ്യന്മാർ ഭയപ്പെടുവാൻ കാരണമെന്ത്? ഉത്തരം: അവർ മേഘത്തിനുള്ളിലായപ്പോൾ. ചോദ്യം 59. രൂപാന്തരീകരണ സമയത്ത് മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്തായിരുന്നു? ഉത്തരം: ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ചോദ്യം 60. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു എന്നും തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല എന്നും ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത് എന്ത് കാര്യത്തെക്കുറിച്ചാണ്? ഉത്തരം: യേശുവിൻ്റെ രൂപാന്തരീകരണം. ചോദ്യം 61. രൂപാന്തരീകരണ ശേഷം യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്ന് ഇറങ്ങി വന്നത് എപ്പോഴാണ്? ഉത്തരം: പിറ്റേ ദിവസം. ചോദ്യം 62. രൂപാന്തരീകരണത്തിന് ശേഷം യേശു പ്രവർത്തിച്ച അത്ഭുതമെന്ത്? ഉത്തരം: പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. ചോദ്യം 63. രൂപാന്തരീകരണത്തിന് ശേഷം യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ അടുത്ത് വന്നത് ആര്? ഉത്തരം: വലിയ ഒരു ജനക്കൂട്ടം. ചോദ്യം 64. രൂപാന്തരീകരണ ശേഷം മലയിൽ നിന്ന് യേശു ഇറങ്ങി വന്നപ്പോൾ തന്നെ സമീപിച്ച ജനക്കൂട്ടത്തിൽ ഒരുവൻ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം: തൻ്റെ മകനെ കടാക്ഷിക്കണമേ എന്നാണ് അപേക്ഷിച്ചത്. ചോദ്യം 65. രൂപാന്തരീകരണത്തിന് ശേഷം യേശു മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ അവൻ്റെ അടുക്കൽ വന്ന പിതാവ് തൻ്റെ മകനെ ആരു പിടികൂടുന്നു എന്നാണ് പരാതി പറഞ്ഞത്? ഉത്തരം: അശുദ്ധാത്മാവ്. ചോദ്യം 66. രൂപാന്തരീകരണത്തിന് ശേഷം യേശുവിൻ്റെ അടുക്കൽ വന്ന പിതാവ് മകനെ പിടികൂടുന്ന പിശാച് അവനെ എന്തെല്ലാം ചെയ്യുന്നു എന്നാണ് പരാതിയായി പറഞ്ഞത്? ഉത്തരം: നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ചോദ്യം 67.
അശുദ്ധാത്മാവ് ബാധിച്ച മകനെ യേശുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? ഉത്തരം: ശിഷ്യന്മാർക്ക് അവനെ സുഖപ്പെടുത്താനേ സാധിച്ചില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ചോദ്യം 68. ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും? ഇപ്രകാരം യേശു പറഞ്ഞ സന്ദർഭമേത്? ഉത്തരം: പിശാചു ബാധിച്ച ബാലനെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് ബാലൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ. ചോദ്യം 69. പിശാചു ബാധിച്ച ബാലനെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചില്ല എന്നറിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരെ വിളിച്ചത് എന്ത്? ഉത്തരം: വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ എന്ന്. ചോദ്യം 70. പിശാചു ബാധിച്ച ബാലനെ പിശാച് നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചത് എപ്പോൾ? ഉത്തരം: യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ. ചോദ്യം 71. അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയ ശേഷം യേശു അവനെ ഏൽപ്പിച്ചത് ആരെയാണ്? ഉത്തരം: പിതാവിനെ. ചോദ്യം 72. അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ എന്നാണ് ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത്? ഉത്തരം: യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ചോദ്യം 73. അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയതിനെ തുടർന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടത് എന്തിനെക്കുറിച്ച് എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. ചോദ്യം 74. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അരുളി ചെയ്ത വചനമേത്? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ചോദ്യം 75. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. ആ വചനം ഏത്? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ചോദ്യം 76. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞ വചനം ആർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ലൂക്കാ സുവിശേഷൻ എഴുതുന്നത്? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഉത്തരം: ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അത് അത്ര നിഗൂഢമായിരുന്നു. അതാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ചോദ്യം 77. ശിഷ്യന്മാരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ അടുത്തു നിർത്തി അവരെ ഉപദേശിച്ചു. അവരുടെ ഹൃദയവിചാരം എന്തായിരുന്നു? ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവർ തർക്കിച്ചിരുന്നു. ചോദ്യം 78. പൂരിപ്പിക്കുക. ഡാഷ് ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ ഡാഷ് സ്വീകരിക്കുന്നു. ഉത്തരം: എൻ്റെ നാമത്തിൽ. ആദ്യത്തെ ഫില്ലപ്പ്. രണ്ടാമത് വരുന്നത് അയച്ചവനെ. ചോദ്യം 79. ശിഷ്യന്മാരിൽ ഏറ്റവും വലിയവൻ ആരെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: അവരിൽ ഏറ്റവും ചെറിയവൻ. ചോദ്യം 80. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 81. യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നവനെ എന്തുകൊണ്ട് ശിഷ്യന്മാർ തടഞ്ഞു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഉത്തരം: ശിഷ്യന്മാരോടൊപ്പം യേശുവിനെ അനുഗമിക്കാത്തതുകൊണ്ട്. ചോദ്യം 82. അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്.
ഇപ്രകാരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചായിരുന്നു? ഉത്തരം: യേശുവിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നവനെ ഉദ്ദേശിച്ച്. ചോദ്യം 83. പരസ്യ ജീവിതകാലത്ത് യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചത് എപ്പോഴാണ്? ഉത്തരം: ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ. ചോദ്യം 84. പരസ്യ ജീവിതകാലത്ത് യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചതായി ലൂക്കാസ് സുവിശേഷത്തിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഉത്തരം: അധ്യായം 9 വാക്യം 51. ചോദ്യം 85. ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ച യേശു അവിടേക്ക് ആരെയാണ് തനിക്ക് മുമ്പേ അയച്ചത്? ഉത്തരം: ദൂതന്മാരെ. ചോദ്യം 86. യേശു അയച്ച ദൂതന്മാർ സമരിയക്കാരുടെ ഗ്രാമത്തിൽ പ്രവേശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. ചോദ്യം 87. ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ യേശുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിക്കാതിരുന്നത് ഏതു ഗോത്രത്തിൽപ്പെട്ടവരാണ്? ഉത്തരം: സമരിയാക്കാർ. ചോദ്യം 88. സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: യേശു ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. ചോദ്യം 89. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യാക്കോബും യോഹന്നാനും യേശുവിനോട്. ചോദ്യം 90. അവൻ തിരിഞ്ഞ് അവനെ ശാസിച്ചു. ആരെയാണ് യേശു ശാസിച്ചത്? ഉത്തരം: യാക്കോബിനെയും യോഹന്നാനെയും. ചോദ്യം 91. യേശുവിനെ സമരിയാക്കാർ സ്വീകരിക്കാതിരുന്നത് കൊണ്ട് അവർ എന്തു ചെയ്തു? ഉത്തരം: അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ചോദ്യം 92. യേശു സമരിയക്കാരുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ അനുഗമിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നവരിൽ ആദ്യം വന്നയാൾ പറഞ്ഞതെന്ത്? ഉത്തരം: നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ചോദ്യം 93. പൂരിപ്പിക്കുക. ഡാഷ് മാളങ്ങളും ഡാഷ് കൂടുകളുമുണ്ട്. ഉത്തരം: കുറുനരികൾക്ക് ആദ്യത്തെ ഫില്ലപ്പ്, രണ്ടാമത് ആകാശത്തിലെ പക്ഷികൾക്ക്. ചോദ്യം 94. സമരിയാക്കാരുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടിയ മൂവരിൽ ആരോടാണ് തന്നെ അനുഗമിക്കാൻ യേശു കൽപ്പിച്ചത്? ഉത്തരം: രണ്ടാമനോട്. ചോദ്യം 95. തന്നെ അനുഗമിക്കാൻ യേശു ഒരിക്കൽ ഒരുവനോട് പറഞ്ഞപ്പോൾ ആദ്യം ആരെ സംസ്കരിക്കുന്നതിനുള്ള അനുവാദമാണ് അവൻ അപേക്ഷിച്ചത്? ഉത്തരം: പിതാവിനെ. ചോദ്യം 96. ശിഷ്യനാകുന്നതിന് മുമ്പ് പിതാവിനെ സംസ്കരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ചോദ്യം 97. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച് വന്ന 3 പേരിൽ മൂന്നാമൻ യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പായി എന്തു ചെയ്യാനുള്ള അനുവാദമാണ് അപേക്ഷിച്ചത്? ഉത്തരം: വീട്ടുകാരോട് വിട വാങ്ങാനുള്ള അനുവാദം. ചോദ്യം 98. പൂരിപ്പിക്കുക. ഡാഷ് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ഡാഷ് യോഗ്യനല്ല. ഉത്തരം: കലപ്പയിൽ ഒന്നാമത്തെ ഫില്ലപ്പ്, രണ്ടാമത് വരുന്നത് സ്വർഗരാജ്യത്തിന്. ചോദ്യം 99. യേശുവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല.
ചോദ്യം 100. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട്.